ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ടോപ്പിക്. ട്രംപിന്റെ തീരുവ ചുമത്തിയ പോളിസി ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും? ഇതിനകത്തിലെ ചില വിന്നേഴ്സ് ഉണ്ടാകാം, ചില ലോസേഴ്സ് ഉണ്ടാകാം. അതായത് ചിലർക്ക് ഏം, വിജയി വിജയികളാകാം, ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ഭീമമായിട്ടുള്ള നഷ്ടങ്ങൾ. അതായത് ചില രാജ്യങ്ങൾക്ക് അത് ഗുണകരം, ചിലർക്ക് അത് വൻ നഷ്ടങ്ങൾ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കി വെക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് അത് പ്രയോജനം ചെയ്യുന്നത്, ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് ഭീമമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞാണ് നമ്മൾ അതുകൊണ്ട് ഈ ഒരു ടേബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ്സ് റെസിപ്രോക്കൽ ടാരിഫ് ഓൺ ഏഷ്യൻ കൺട്രീസ് ആണ് പറയുന്നത്. എന്നുവെച്ചാൽ ഏഷ്യയിലുള്ള രാജ്യങ്ങളുടെ മുകളിലുള്ള, അപ്പോൾ ഏറ്റവും കൂടുതൽ ചൈനയുടെ മുകളിലാണ് 54%. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വെയിറ്റ് എടുത്ത് വെക്കുന്നതിന് തുല്യമാണ്. വളരെ പിന്നെ ബുദ്ധിമുട്ടാണ്. ഇത്രയും ടാരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആ രാജ്യത്തിന് അമേരിക്കയിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കംബോഡിയൊക്കെ വളരെ ചെറിയ രാജ്യമാണ്. ലാവോസ് വളരെ ചെറിയ രാജ്യമാണ്, 49%, 48%. വിയറ്റ്നാമിൻ്റെ മുകളിൽ 46%. മ്യാൻമാർ 44, ശ്രീലങ്ക 44. ശ്രീലങ്ക നമുക്കറിയാം ചെറിയ രാജ്യമാണ്, സാമ്പത്തികമായിട്ട് വളരെ പിന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ശ്രീലങ്ക എന്നുള്ളത്. ബംഗ്ലാദേശ് 37. ഓൾറെഡി അവരുടെ ഈ ഭരണമാറ്റമൊക്കെ സംബന്ധിച്ച് സമ്പദ് വ്യവസ്ഥയൊക്കെ വളരെ അവതാളത്തിലായിരിക്കുന്ന ഒരു അവസരമാണ്. തായ്ലൻഡ് 36, തായ്വാൻ 32, ഇന്തോനേഷ്യ 32, പാകിസ്ഥാന്റെ മുകളിൽ 29%, കസഖ്സ്ഥാൻ 27%, പിന്നെ ഇന്ത്യ 26%, സൗത്ത് കൊറിയ 25, ജപ്പാൻ 24, മലേഷ്യ അങ്ങനെ ഫിലിപ്പീൻസിന്റെ മുകളിൽ ഫിലിപ്പീൻസിന്റെ മുകളിൽ 17%, വളരെ കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സിംഗപ്പൂർ 10%. അപ്പോൾ ഇതാണ് ടാരിഫിന്റെ റേറ്റ് ഈ പല രാജ്യങ്ങളുടെ മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിൽ ഈ വിന്നേഴ്സും ലോസേഴ്സും ഉണ്ടാകും എന്ന് നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇനിഷ്യലായിട്ടുള്ള അസസ്മെന്റ് ആരൊക്കെയായിരിക്കും ഇതിന്റെ ഗുണഭോക്താക്കൾ, ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും, അതുപോലെ തന്നെ ഈ ഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങൾ, ഭീമമായിട്ടുള്ള നഷ്ടങ്ങൾ സാമ്പത്തികമായിട്ട് ഇത് നേരിടാൻ പോകുന്ന രാജ്യങ്ങൾ ഏതായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ സംസാരിക്കാനുള്ളത്. അപ്പോൾ ഏപ്രിൽ 2-ലാണല്ലോ ട്രംപ് ഈ പറഞ്ഞ റെസിപ്രോക്കൽ ടാരിഫ് ഏർപ്പെടുത്തിയതും. ഏപ്രിൽ 9 മുതൽ അത് നിലവിൽ വരികയും ചെയ്യും. അപ്പം ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ, അതായത് ഇന്ത്യ, കാനഡ, മെക്സിക്കോ, ബ്രസീൽ, ചൈന, യൂറോപ്യൻ യൂണിയന്, അതുപോലെ UK, ജപ്പാൻ, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ, നമ്മൾ ഈ പറഞ്ഞ മലേഷ്യ, വിയറ്റ്നാം, തായ്ലാൻഡ് എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസിൽ ഏർപ്പെടുന്നതാണ് ട്രംപ് അമേരിക്ക പറയുന്നതാണ്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്നല്ല, അമേരിക്കയെ സംബന്ധിച്ച് അൺഫെയർ ആണ്, അത്ര നീതിപൂർവകമല്ല. കാരണം അമേരിക്കൻ സാധനങ്ങളുടെ മേകളിൽ ഈ രാജ്യങ്ങളെല്ലാം തന്നെ വൻതോതിലുള്ള പിന്നെ ടാരിഫ് ഏർപ്പെടുത്തിയിട്ട് ഈ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ സുഗമമായിട്ട് വിറ്റഴിക്കുന്ന ഒരു പ്രക്രിയയും, പല രാജ്യങ്ങളുമായിട്ട് ഉള്ള ട്രേഡിൽ അമേരിക്കയ്ക്ക് സർപ്ലസ് ഇല്ല, എല്ലാം ഡെഫിസിറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ട്രേഡ് ഡെഫിസിറ്റാണ് അമേരിക്ക ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം അമേരിക്ക 1.2 1.3 ട്രില്യൺ ഡോളറിന്റെ ട്രേഡ് ഡെഫിസിറ്റ് ഇപ്പോൾ നേരിടുന്ന വലിയൊരു കാഴ്ചയാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതൊരു രാജ്യത്തെ സംബന്ധിച്ച് അതൊരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു വലിയൊരു ക്രൈസിസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ടും ഇതിനകത്തിലെ വൈരുദ്ധ്യങ്ങൾ, എന്നിട്ടും ആ രാജ്യം ഒരു സൂപ്പർ പവറാണ്, മോസ്റ്റ് പവർഫുൾ നേഷനാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള പിന്നെ എക്കണോമിക്സ് എന്താണ്, പൊളിറ്റിക്സ് എന്താണ്, നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്കറിയില്ല. കാരണം ഇത്രയും ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള ഒരു രാജ്യം, ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്നത് കുറവും കൊടുക്കുന്നത് കൂടുതലും എന്നാണല്ലോ ട്രേഡ് ഡെഫിസിറ്റ് പറയുന്നത്. നമ്മൾ മേടിക്കുന്നത് കൂടുതലും നമ്മൾ വിൽക്കുന്നത് കുറവും. നമ്മൾ വിൽക്കുന്നതൊക്കെ ഒരു കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അത് നഷ്ടമാണ്, ഭയങ്കരമുള്ള നഷ്ടത്തിൽ ഓടുന്നൊരു കമ്പനിയാണ്, അല്ലേ? അപ്പോൾ അതുപോലെ ഒരു രാജ്യത്തിന്റെ ഈ പറഞ്ഞ ലാഭവും നഷ്ടം എന്നുള്ള ടേംസ് നമ്മൾ ഉപയോഗിക്കാറില്ല. അവർ സർപ്ലസ് ഡെഫിസിറ്റ് എന്നൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബജറ്റുമായിട്ട് സംബന്ധിക്കുന്നതായാലും ബജറ്റ് സർപ്ലസ് അല്ലെ ബജറ്റ് ഡെഫിസിറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ട്രേഡ് സർപ്ലസ് അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ആ ടേംസിനെയൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ലാഭം, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയും.
അപ്പോൾ ഇത്രയും ഭീമമായിട്ടുള്ള നഷ്ടം നേരിടുന്ന ഒരു കമ്പനിക്ക് എങ്ങനെയെങ്കിലും നിലനിൽക്കാൻ സാധിക്കും? ഒരിക്കലുമില്ല. ഒരു വർഷത്തെ നഷ്ടമാകാം, 2 വർഷമാകാം, ക്യുമുലേറ്റീവായിട്ട് നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് തീർച്ചയായിട്ടും ഒന്നുകിൽ മറ്റാരെങ്കിലും ടേക്ക് ഓവർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് അടച്ചു പൂട്ടിയിട്ട് പോകുക എന്നുള്ളതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച്. എത്ര വലിയ കോർപ്പറേഷൻ ആണെന്ന് പറഞ്ഞാലും ശരി, ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ലോസ് ഉണ്ട്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഇത്രയും ഭീമാകാരമായിട്ടുള്ള ലോസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ളൊരു രാജ്യം, അതിപ്പോൾ ആരും ആയിക്കോട്ടെ, ഇപ്പം ഇന്ത്യ പോലെ, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ളൊരു രാജ്യം ഒക്കെ ഇങ്ങനെയുള്ള ക്യുമുലേറ്റീവ് ഇത്രയും 1.1 ട്രില്യന് മേലെ എന്തായാലും ഉണ്ടാകത്തില്ല. എന്നാലും നമുക്ക് ഇപ്പം ഏം, നം- നമ്മളെപ്പോലുള്ള രാജ്യത്തിന് പോലും ഡെഫിസിറ്റ് നിലനിൽക്കുമ്പോൾ നമുക്ക് ഒരു രീതിയിലുള്ള സുഗമമായിട്ടുള്ള രാജ്യത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയും സൂപ്പർ പവർ എന്ന് പറയുന്ന ഒരു രാജ്യം എന്തുകൊണ്ട് എന്നിട്ടും അമേരിക്കയെ ഒരു സൂപ്പർ പവറായിട്ട് കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ അമേരിക്ക എന്തുകൊണ്ട് ഇപ്പോഴും സൂപ്പർ പവറാണ്? ഇത്രയും ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. പിന്നെ അവരുടെ നാഷണൽ ഡെറ്റ് നമുക്കറിയാം, അതും വൻതോതിലുള്ള, അവരുടെ GDP ഒക്കെ എത്രയോ മടങ്ങാണ് അവരുടെ നാഷണൽ ഡെറ്റ്, രാജ്യത്തിൻ്റെ കടമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ ഒരു രാജ്യം എന്നിട്ടും സ്റ്റിൽ പവർഫുൾ ആയിട്ടുള്ള രാജ്യമായിട്ട് നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലുള്ള എന്താണ് പറയുന്നത്, ഏത് എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ടാരിഫ് ഏർപ്പെടുത്തത് ലോക സമ്പദ് വ്യവസ്ഥയിൽ വല്ലാത്ത ഒരു സുനാമി പോലെ, അല്ലെങ്കിൽ വലിയൊരു എന്താണ് പറയുന്നത്, ഒരു സീസ്മിക് ആയിട്ടുള്ള ഷിഫ്റ്റാണ് നമ്മൾ പറഞ്ഞത്. ഒരു ശക്തമായിട്ടുള്ള ഭൂചലനമൊക്കെ ഉണ്ടാകുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഡിസ്റപ്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോക സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഇത് എല്ലാ രാജ്യങ്ങളും എത്രത്തോളം പ്രതീക്ഷിച്ചു എന്നുള്ളത്, ടാരിഫിൻ്റെ റേറ്റ് അവരുടെ മുകളിൽ ഏർപ്പെടുത്താൻ പോകുന്ന ടാരിഫ് റേറ്റിനെ കുറിച്ചൊന്നും ആർക്കും കൃത്യമായിട്ടുള്ളൊരു അറിവില്ലായിരുന്നെങ്കിൽ തന്നെയും പണി വരുന്നുണ്ടെന്നുള്ളത് ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും അറിയാം. കാരണം അമേരിക്കയുമായിട്ട് എസ്പെഷ്യലി ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യങ്ങളുടെ മുകളിലാണ്, നല്ല തോതിൽ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യങ്ങളെയാണ് തീർച്ചയായിട്ടും ട്രംപ് അമേരിക്ക ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 5 മുതലാണ് ബേസ് ലൈൻ 10%, കാരണം എല്ലാവർക്കും 10%, എങ്ങനെ പോയാലും മിനിമം 10%. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ മേളിലാണ് ബാക്കി ടാർഗറ്റ് ചെയ്തിട്ടുള്ള റെസിപ്രോക്കൽ ടാരിഫ് എന്ന് പറയുന്നത്, അഡീഷണൽ റെസിപ്രോക്കൽ ടാരിഫ്. അത് ഏകദേശം 49% വരെ. ഇപ്പം ചൈനയ്ക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 54, പിന്നെ 54%. അപ്പം 10% ബേസ് ലൈൻ എല്ലാവർക്കും ഉണ്ടത്. എല്ലാ രാജ്യത്തിനും 10% മിനിമം ഉണ്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ മുകളിലാണ് ഈ റെസിപ്രോക്കൽ ടാരിഫ് 49% വരെ ചുമത്തിരിക്കുന്നത്. അത് ഏപ്രിൽ 9 മുതൽ നിലവിൽ വരും, എല്ലാ രാജ്യങ്ങളുടെയും മുകളിലൊന്നുമില്ല. അപ്പോൾ അതിന് മുന്നേ പല രാജ്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അമേരിക്കയായിട്ട് ചർച്ച നടത്താനും, അല്ലെങ്കിൽ ഞങ്ങൾ ടാരിഫ് വളരെ കുറയ്ക്കാമെന്നും. ഇപ്പോൾ വിയറ്റ്നാം, ഇസ്രായേൽ, ഇന്ത്യ, ഈവൻ അർജന്റീന, ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, പിന്നെ കംബോഡിയ, അപ്പോൾ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയോട് പിന്നെ ഈ പറഞ്ഞ വ്യാപാര കരാറുകൾ പുതുക്കുവാനും, അല്ലെങ്കിൽ പുതിയ വ്യാപാര കരാറുകൾ ഉണ്ടാക്കുവാനും, ഈ രാജ്യങ്ങളൊക്കെ തന്നെ ടാരിഫ് കുറയ്ക്കാനും ഒക്കെ സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രംപിൻ്റെ നയപരിപാടിയിൽ, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുന്നത്, ഒരു ഈ ശക്തമായിട്ടുള്ള ഈ ഒരു നടപടിയിൽ പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ അവർ ശക്തമായിട്ടുള്ള ഈ ഒരു ആയുധം ഈ രാജ്യങ്ങളിലെല്ലാം മുകളിൽ പ്രയോഗിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുക, അതുപോലെ തന്നെ അവരുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ കൂട്ടുക, എന്നുവെച്ചാൽ അമേരിക്കയിലുള്ള ജോലി, കാരണം വ്യവസായങ്ങൾ മൊത്തം ഈ പറഞ്ഞ രാജ്യങ്ങൾ തട്ടിയെടുത്തതുകൊണ്ട് അമേരിക്കയിൽ നിലനിന്ന ജോലികൾ മൊത്തം ഈ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുകയാണല്ലോ ഉണ്ടായത്, പ്രത്യേകിച്ച് ചൈനയുടെ നേതൃത്വം മുതലാണ്. കാരണം ചീപ്പായിട്ടുള്ള ലേബർ ഈ രാജ്യങ്ങളെല്ലാം അവൈലബിൾ ആയതുകൊണ്ട് അതിനകത്തിൽ ഉത്തരവാദികൾ അമേരിക്കൻ കോർപ്പറേഷൻസ് തന്നെയാണ്. കാരണം ഈ രാജ്യങ്ങളിൽ പോയി വ്യവസായം ചെയ്യുന്നതും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതെല്ലാം തന്നെ അമേരിക്കൻ കോർപ്പറേഷൻസും വെസ്റ്റേൺ കോർപ്പറേഷൻസും ഒക്കെ തന്നെയാണ് പ്രധാനമായിട്ടും. ചൈനയുടെ ഹിസ്റ്ററി, അതായത് ഡെങ് ഷിയോപ്പിംഗ് വന്നതിന് ശേഷം ചൈനയുടെ റിഫോംസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ചൈനയിൽ ആരാണ്ട് കച്ചവടം ചെയ്തതും അല്ലെങ്കിൽ വ്യവസായങ്ങൾ തുടങ്ങിയതും ചൈന ഇത്രയും മാറ്റിയെടുത്തതാണ് അമേരിക്കയുടെ നേതൃത്വമുള്ള കോർപ്പറേഷൻസ് തന്നെയാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അല്ല ചൈന ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത് മാറി ഒരു രാജ്യമൊന്നുമല്ല ശരിക്കും പറഞ്ഞു. ഇപ്പോഴും ആയിരക്കണക്കിന്, 1000-ൽ പരം അമേരിക്കൻ ബിസിനസ്സുകൾ, കോർപ്പറേഷൻസ്, ചെറുതും വലുതായിട്ടുള്ള കോർപ്പറേഷൻസ് ഇപ്പോഴും ചൈനയിൽ അവരുടെ വൻ സാന്നിധ്യം തന്നെയുണ്ട്. അമേരിക്കയുടെ എന്ന് പറയുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് വെസ്റ്റേൺ കൺട്രീസിലെയും
അതുപോലെ തന്നെ ജപ്പാൻ, തായ്വാൻ, സൗത്ത് കൊറിയ, പിന്നെ സിംഗപ്പൂർ, ഈവൻ മലേഷ്യ, ഇതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ വ്യവസായികളും അല്ലെങ്കിൽ ബിസിനസ് ഗ്രൂപ്പ്സുകളെല്ലാം ചൈനയിൽ വൻ സാന്നിധ്യമുണ്ട്. അവരാണ് അവിടെ ബിസിനസ് ചെയ്ത് ചൈനയെ മാറ്റിയെടുത്തത് തീർച്ചയായിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കൻ കോർപ്പറേഷൻസ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം. അത് അവര് ഒരു കമ്പനിയെ സംബന്ധിച്ച്, ബിസിനസ്സിനെ സംബന്ധിച്ച് ചീപ്പ് ലേബർ എവിടെയാണോ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന എപ്പോഴാണ്? കാരണം ലേബർ ചീപ്പ് ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥലത്തേക്ക് ഗ്ലോബൽ ക്യാപിറ്റൽ ഒഴുകും എന്നുള്ളതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണിത്. പക്ഷേ ഇപ്പോൾ അമേരിക്കക്കത് ഒരു രാജ്യം എന്ന രീതിയിൽ കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ഒരു അവസ്ഥ വന്നപ്പോൾ അതിനെ തിരിച്ച് ആ ട്രെൻഡിനെ റിവേഴ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ഇപ്പോൾ ട്രംപ് ഈ പറഞ്ഞ ഒരു ടാരിഫ് വാറിൽ കൂടെ ഉദ്ദേശിക്കുന്നതും ലക്ഷ്യമിടുന്നതാണ്. ഓക്കെ. അപ്പം നമുക്ക് ഇതിനകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ലോകരാജ്യങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ കാര്യം നമുക്കെടുക്കാം. ഇന്ത്യയെ സംബന്ധിച്ചൊരു മിക്സ്ഡ് ആയിട്ടുള്ള പിന്നെ റിയാക്ഷൻ ആയിരിക്കും നമുക്കുള്ളത്, അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കോൺസിക്വൻസ് ആയിരിക്കും. നമുക്ക് പ്രയോജനമുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുമുണ്ട്. പൂർണ്ണമായിട്ടും നമുക്ക് അനുകൂലമെന്നോ പൂർണ്ണമായിട്ടും പ്രതികൂലമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ടാരിഫ് 26%, അത് ഏകദേശം ഫൈനലൈസ് വരുമ്പോൾ 27%, വരുന്നത് 27%. പിന്നെ വൈറ്റ് ഹൗസിന്റെ ഡോക്യുമെന്റ് പറഞ്ഞിരിക്കുന്നത് 26%. പക്ഷേ ലേറ്റർ അനക്സ് സൈറ്റഡ് ബൈ ഇന്ത്യ ഷോഡ് ദ റേറ്റ്. ഓക്കെ, 26 to 27% നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ, മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് അതിന്റെ മുമ്പിൽ നമുക്ക് മുകളിൽ റേറ്റ് ഉള്ള രാജ്യങ്ങളാണ്. ഇപ്പൊ പാകിസ്ഥാൻ 29, ഈവൻ ബംഗ്ലാദേശ് 37%. കാരണം നമ്മള് ഒക്കെ ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽ ഗാർമെന്റ്സ് സെക്ടറിലൊക്കെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റീറ്ററാണ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ. ശ്രീലങ്ക 44, വിയറ്റ്നാം 46%. നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ബംഗ്ലാദേശും വിയറ്റ്നാമും ഈവൻ ചൈനയൊക്കെ തന്നെയാണ്. പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ കോമ്പറ്റീറ്റർ. അപ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ നമുക്ക് ലാഭമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റി നിലനിൽക്കുന്നുണ്ടാണ്. നമുക്കൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മൾ വെച്ചാൽ പ്രതികൂലമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും പ്രതികൂലമല്ല, അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും അനുകൂലമല്ല. അപ്പം ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യക്ക് വഴി തുറന്നു തരുന്നുണ്ട്. കാരണം വിയറ്റ്നാം, ഈ പറഞ്ഞ കംബോഡിയ, അല്ലെങ്കിൽ തായ്വാൻ, ചൈന, പിന്നെ വേറെ ഏതാണ് രാജ്യം, അപ്പം ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ മുകളിൽ കൂടുതൽ ടാരിഫ് റേറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പം ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ്, ഗാർമെന്റ്സ്, പിന്നെ പിന്നെ ചൈനയെ സംബന്ധിച്ച് എല്ലാ മേഖലകളിലും അവരുടെ മാനുഫാക്ചറിങ് ഉള്ളതുകൊണ്ട് ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ഈ കുറഞ്ഞ ടാരിഫ് റേറ്റ് ഉപയോഗപ്പെടുത്തി നമ്മളുടെ രാജ്യത്ത് ആവശ്യമായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അത് പ്രയോജനകരമാകുന്നതാണ് എക്സ്പോർട്സ് പറയുന്നത്. അപ്പോൾ മോഡി ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത നല്ല ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ട്രംപ് എപ്പോഴും പറയുന്നത് മോഡിയുടെ ഇന്ത്യ ഞങ്ങളെ നല്ലതായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നതാണ്. കാരണം പുള്ളി ഈ ഡയറക്റ്റായിട്ട് കുത്തിപ്പറയാനും നല്ല എടുക്കുന്നതാണല്ലോ ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്ലണ്ടായിട്ട് സംസാരിക്കാൻ, ഒരു കൈ കൊണ്ട് തഴുകുകയും മറ്റേ കൈ കൊണ്ട് അടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം പറയുന്നത് മോഡി ഗ്രേറ്റ് ഫ്രണ്ടാണ്, ബട്ട് ഇന്ത്യ ഈസ് നോട്ട് ട്രീറ്റിംഗ് അസ് റൈറ്റ്. ഞങ്ങളെ എന്താണ് പറയുന്നത്, നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് അത് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ സംഭാഷണം നടക്കുന്നുണ്ട് ട്രേഡ് കരാറിന് വേണ്ടി, വ്യാപാര കരാറിന് വേണ്ടി. അപ്പോൾ അത് പരസ്പരം രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിലേക്ക് മൾട്ടി സെക്ടറിലായിരിക്കും, എന്ന് വെച്ചാൽ പല സെക്ടറിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കും അഗ്രിമെന്റ്. അത് ഇതുവരെ ഫൈനലൈസ് ആയിട്ടുള്ള ഒന്നും ആയിട്ടില്ല. ഒരുപക്ഷെ ഈ April 9 മുമ്പ് അത് ചിലപ്പം ഫൈനലൈസ് ആകാനുള്ള സാധ്യത ഉണ്ടാകാമായിരിക്കാം. കാരണം April 9 മുതലാണ് ഈ പറഞ്ഞ ടാരിഫ് ഫലത്തിൽ വരുന്നത്. അപ്പം അതിനു മുമ്പ് ചിലപ്പോൾ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു ബയലാറ്ററൽ ട്രേഡ് കരാർ, ഉഭയകക്ഷി ട്രേഡ് വ്യാപാര കരാർ, അത് ശരിക്കും പറഞ്ഞാൽ ഈ ടാരിഫ് ഏർപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ട്രംപിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ ടാരിഫ് ഒരു ചലഞ്ചാണ്. പക്ഷേ ഇന്ത്യക്ക് മറ്റ് ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചൈന, വിയറ്റ്നാം, പിന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ട് ബംഗ്ലാദേശ്, ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ അവസരത്തെ വിനിയോഗിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത്
ഇന്ത്യക്ക് ഒരു വിന്നറാകാൻ സാധിക്കും. നമ്മളുടെ കയ്യിലുള്ള കാർഡുകൾ നമ്മൾ ശരിയായ രീതിയിൽ കളിക്കുകയാണെങ്കിൽ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മളുടെ ഈ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു അവസരമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ബംഗ്ലാദേശ്, പിന്നെ വിയറ്റ്നാം അല്ലെങ്കിൽ ചൈന ഇതുപോലുള്ള രാജ്യങ്ങളെ നമ്മൾ ളെ കൂടുതൽ ടാരിഫ് റേറ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് ഒക്കെ അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സ് ഉള്ള സാധ്യതയുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ലോജിസ്റ്റിക്സിലും ഇൻഫ്രാസ്ട്രക്ചറിലും ഒക്കെ മോഡേണൈസേഷനും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അതുപോലെ തന്നെ പോളിസി സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക, ലേബർ സ്റ്റാൻഡേർഡ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ത്യ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്. പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും അല്ലെങ്കിൽ അതുപോലുള്ള ഏജൻസികളൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചൊരു മിക്സ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഗുണവും ദോഷവും ഉണ്ടാകാം. ദോഷം എപ്പോഴാണ് ഉണ്ടാകുന്ന വെച്ചാൽ ഇന്ത്യ ഈ അവസരം വിനിയോഗിക്കാൻ താമസിക്കുകയോ അല്ലെങ്കിൽ അതിന് തയ്യാറാകുകയോ ചെയ്യുകയാണ്. ഇനി അതിലെ വിന്നേഴ്സാണ് മെക്സിക്കോയും കാനഡ എന്ന് പറഞ്ഞത്. മെക്സിക്കോയും കാനഡ എങ്ങനെ വിന്നറാന്ന് ചോദിച്ചാൽ, അവർ ഓൾറെഡി ട്രംപ് വന്നപ്പോൾ തന്നെ അവരുടെ മണ്ടയ്ക്ക് ഒരു പണി ടാരിഫിൻ്റെ ഒരു ഇതെടുത്തിട്ട് കൊടുത്താണ്. കാരണം ഈ പറഞ്ഞ ഇല്ലീഗൽ ട്രാഫിക്കിങ്, ഡ്രഗ് ട്രാഫിക്കിങ്, ഇല്ലീഗൽ ഇമിഗ്രേഷൻ, ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ ട്രംപ് ഓൾറെഡി മെക്സിക്കോയുടെ മുകളിലും കാനഡയുടെ മുകളിലും ടാരിഫ് ഏർപ്പെടുത്തിയാണ്. ഇപ്പോഴത്തെ ലിസ്റ്റിൽ അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, നാഫ്ത എന്ന് പറഞ്ഞത്, പണ്ട് ബിൽ ക്ലിൻ്റൺ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയെടുത്തൊരു കരാറാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്ന അമേരിക്ക തന്നെയാണ്. കാരണം മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെയുള്ള ഈ പറഞ്ഞ, പ്രത്യേകിച്ച് മെക്സിക്കോയിൽ നിന്നൊക്കെയുള്ള ചീപ്പായിട്ടുള്ള പ്രോഡക്ട്സ്, ഗുഡ്സ് അമേരിക്കയിലേക്ക് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്തിൽ വരാത്ത ബാക്കിയുള്ള പ്രോഡക്ട്സിൻ്റെ മുകളിൽ 25% ടാരിഫ് ട്രംപ് ഓൾറെഡി ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെ അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ പേരിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അത് ഈ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച് ആ ടാരിഫ് നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ ഏറ്റവും രണ്ട് വലിയ ട്രേഡിംഗ് പാർട്ട്ണറാണ്. അപ്പോൾ അവർക്ക് മുകളിൽ പുതിയ നികുതി അല്ലെങ്കിൽ ചുങ്കമൊന്നും ടാരിഫൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അവർ ഓക്കെ ആണെന്നാണ് പറയുന്നത്. പിന്നെ യുണൈറ്റഡ് കിങ്ഡം, പിന്നെ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം, അവരുടെ മുകളിൽ 10% ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ബ്രെക്സിറ്റിന് ശേഷം അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ കൂടുതൽ ബന്ധങ്ങൾ ശക്തമാക്കുകയും വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കുകയും UK ഏകദേശം $65 ബില്യൺ എക്സ്പോർട്ട് അമേരിക്കയിലൊക്കെ ഉണ്ട്. അത് മെഷീനറി, ഫാർമസ്യൂട്ടിക്കൽസ്, അതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബ്രിട്ടൻ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത്. അപ്പം ആ ഒരു മേഖലകളിലൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പം ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ട്രേഡ് ടോക്സിനും ഒക്കെ തയ്യാറായി നിൽക്കുന്നൊരു സമയമാണ്. അപ്പം ബ്രിട്ടന് ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയനിൽ നിന്നും മാറി അമേരിക്കൻ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ട്രേഡ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ യൂറോപ്പിലുള്ള പ്രധാനപ്പെട്ട ഫ്രാൻസ്, ജർമ്മനി ഇതുപോലുള്ള രാജ്യങ്ങളെ ഒരു താരതമ്യം ചെയ്യുമ്പോൾ ബ്രിട്ടന് കൂടുതൽ ഒരു കോമ്പറ്റേറ്റീവായിട്ടുള്ള ഒരു രാജ്യമായി അവർക്ക് മാറാൻ സാധിക്കും. അങ്ങനൊരു അഡ്വാൻറ്റേജ് ഇപ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരൊരു വിന്നറാണ് ഈ ടാരിഫിൻ്റെ കാര്യത്തിൽ, ആകും അല്ലെങ്കിൽ ആകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ബ്രസീലിന് 10% ടാരിഫേ ഉള്ളൂ. ബ്രസീലിന് ഇത് പ്രയോജനകരമാകും. കാരണം അതിൻ്റെ അഗ്രികൾച്ചറൽ എക്സ്പോർട്സ് ഒക്കെ വളരെ കൂടുതലുണ്ട്. സോയാബീന്, ബീഫ്, ഇതൊക്കെ കൂടുതൽ ബ്രസീൽ അമേരിക്കയിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ മേഖലകളിൽ ബ്രസീൽ വലിയ കോമ്പറ്റീഷൻ ഒന്നും ഫേസ് ചെയ്യുന്നില്ല. അപ്പോൾ ഓൾറെഡി $35 ബില്യൺ ട്രേഡ് അമേരിക്കയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിന്നെ സാഹചര്യം ബ്രസീൽ ശരിയായി വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രസീലിന് അത് കൂടുതൽ പ്രയോജനപ്രദമാകും എന്നാണ് പറയുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തിലെ നഷ്ടം സഹിക്കാൻ പോകുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന തന്നെയായിരിക്കും. കാരണം ചൈനയുടെ മുകളിലാണ് ഏറ്റവും കൂടുതൽ ടാരിഫ് ഉള്ളത്. 54% ടോട്ടൽ ടാരിഫുണ്ട്. 34 ഇപ്പോഴത്തെയും നേരത്തെയുള്ള 20%. അപ്പോൾ അതിനോട് കൂട്ടുമ്പോൾ ടോട്ടൽ 54% ടാരിഫ് ചൈനയുടെ മുകളിലുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് ഒരു രീതിയിലും പിന്നെ അമേരിക്കൻ മാർക്കറ്റിലേക്ക് ഇനി പെനിട്രേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഏകദേശം $439 ബില്യൺ ട്രേഡ്
അമേരിക്കയിലേക്ക് അതായത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ചൈന എന്നുള്ളത്. അപ്പം അത് അറിയാമല്ലോ, ചൈന ഒരു A to Z ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുകയും ലോകം മൊത്തം അവർ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രാജ്യമാണ്, ഇലക്ട്രോണിക്സ് മുതൽ അപ്പാരൽ വരെ. അപ്പം ഇനിയും അത് അമേരിക്കൻ മാർക്കറ്റിൽ അവരുടെ സാധനങ്ങൾ ആ, വലിയ തോതിലുള്ള വില വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ ചീപ്പായിട്ട് വിറ്റഴിക്കുന്ന സാധനം ഇനിയും അതുപോലെ തന്നെ ചീപ്പായിട്ട് വിറ്റഴിക്കാൻ സാധിക്കത്തില്ല. ഈ ടാരിഫിൻ്റെ ഒരു ബേർഡൻ കൂടെ അവരുടെ മണ്ടയ്ക്ക് വരുമ്പോൾ അവരുടെ സാധനങ്ങൾ വളരെ കോസ്റ്റ്ലി ആവും അമേരിക്കൻ മാർക്കറ്റിൽ. അതുകൊണ്ട് മേടിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ഏകദേശം 17% ചൈനയുടെ എക്സ്പോർട്ട് അമേരിക്കയിലേക്കുള്ളത്. അപ്പോൾ അതിനകത്ത് വലിയ ഇടിവ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ചൈനയും തിരിച്ച് ടാരിഫ് ഏർപ്പെട്ടിട്ടുണ്ട്. റിട്ടാലിയേഷൻ, എന്താ പറയുക, തിരിച്ചടി ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ അഗ്രികൾച്ചറൽ ADM അതുപോലെ കാർഗിൽ എന്ന് പറയുന്ന കമ്പനികളിലേക്ക് മേലെ ചൈന വൻതോതിലുള്ള ടാരിഫ് ഏർപ്പെടുത്തും. അപ്പോൾ അത് അമേരിക്കയും ചൈനയും തമ്മിലൊരു പുതിയ വ്യാപാര യുദ്ധത്തിലേക്ക് വഴിതെളിക്കുമെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സമ്പദ് വ്യവസ്ഥയും രാജ്യങ്ങളും ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന വ്യാപാര യുദ്ധം ലോകത്തിൻ്റെ മറ്റ് പല രാജ്യങ്ങളെയും പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ചൈന ഓൾറെഡി അവരുടെ പ്രോപ്പർട്ടി ക്രൈസിസിലൊക്കെ മുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ അവരുടെ വളർച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെ ആയതുകൊണ്ട് അവരിനി നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായിരിക്കും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ടാരിഫ് പിന്നെ അവരുടെ GDP-യിലൊക്കെ ഏകദേശം 1.5% തളർച്ച ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഗോൾഡ്മാൻ സാക്സ് എന്ന് പറയുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം സഹിക്കാൻ അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്ന യൂറോപ്യൻ യൂണിയനാണ്. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞാൽ ഫ്രാൻസും ജർമ്മനിയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അതിൽ വരുന്നതാണ്. ഇപ്പോൾ ബ്രിട്ടൻ അതിനകത്തില്ലല്ലോ, യൂറോപ്യൻ യൂണിയൻ അതിലില്ല. അപ്പം 20% ടാരിഫാണ് യൂറോപ്യൻ യൂണിയൻ്റെ മുകളിലുള്ളത്. അവർക്ക് വേണ്ട $576 ബില്യൺ എക്സ്പോർട്ട് അമേരിക്കൻ മാർക്കറ്റിലേക്കുണ്ട്. ഏറ്റവും കൂടുതൽ പക്ഷേ അവരായിരിക്കും ചിലപ്പോൾ. ചൈനയ്ക്ക് പോലും അത്രയില്ല. ചൈനയ്ക്കാണ് $439 ബില്യൺ ഉള്ളൂ. ചൈന ഒറ്റ രാജ്യമായിട്ടാണ്, ഇത് പല രാജ്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഗ്രൂപ്പാണല്ലോ യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ അവരെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് അവരുടെ അമേരിക്കൻ മാർക്കറ്റിലേക്കുള്ള എക്സ്പോർട്ടാണ് $576 ബില്യൺ ലെവൽ. അപ്പം അവർക്കും വലിയ തിരിച്ചടികൾ സംഭവിക്കാൻ പോകണം. ജർമ്മനിയിലെ പിന്നെ BMW, ഫോക്സ് വാഗൻ എന്ന് പറഞ്ഞ ഓട്ടോ ഇൻഡസ്ട്രി, അതുപോലെ ഫ്രാൻസിൻ്റെ ലക്ഷറി ഗുഡ് സെക്ടർ LV, MH, അപ്പോൾ ഇതൊക്കെ തന്നെ അവരിപ്പോൾ കയറ്റി അയക്കുന്ന അവരുടെ സാധനങ്ങൾക്കെല്ലാം വില കൂടാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് പിന്നെ മാർക്കറ്റിൽ അവരുടെ ഇപ്പോഴുള്ള സ്ഥാനം അവർക്ക് നഷ്ടപ്പെടാൻ ഉള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ച് വലിയൊരു, കാരണം യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പവർ ഹൗസസ്, ഇക്കണോമിക് പവർ ഹൗസ് പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഫ്രാൻസും ജർമ്മനി. അപ്പോൾ അവർക്ക് കിട്ടുന്ന തിരിച്ചടികൾ യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളെയും വല്ലാതെ ബാധിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ അവരപ്പം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന റീറ്റാലിറ്ററി ആയിട്ടുള്ള, തിരിച്ചടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന അമേരിക്കയിൽ നിന്ന് വരുന്ന വിസ്കി, അതുപോലെ തന്നെ ഹാർലി ഡേവിഡ്സൺ, ഇതിൻ്റെയൊക്കെ മുകളിൽ വൻ രീതിയിലുള്ള ചുങ്കം അല്ലെങ്കിൽ ടാരിഫ് ചുമത്തും എന്നുള്ളൊരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു യൂണിഫൈഡ് ആയിട്ടുള്ള റെസ്പോൺസ് ഇല്ല. യൂറോപ്യൻ യൂണിയൻ തന്നെ വിഘടിച്ച് നിൽക്കുകയാണ്. കാരണം എല്ലാവരുടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ അക്രമത്തിലെ ഈ ഒരു അറ്റാക്കിനെ, ടാരിഫ് വാറിനെ അവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അവർക്ക് ഉള്ളിൽ തന്നെ ഡിവിഷൻസ് നിലനിൽക്കുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ എത്രത്തോളം ഫലവത്തായിട്ട് അവർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ UK ഒരു ബെറ്റർ ഡീൽ കിട്ടാൻ പോവാണ്. അപ്പം UK സംബന്ധിച്ച് അത് ഈ പറഞ്ഞ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്കിനിയും വരുന്നത് ഒരു നല്ല സമയമാണ് ഈ ടാരിഫ് വാറിൻ്റെ വെളിച്ചത്തിൽ എന്നാണ് നമുക്ക് വിടുന്നത്. അതുപോലെ തന്നെ അടുത്ത രാജ്യമാണ് ജപ്പാൻ. ജപ്പാൻ്റെ മുകളിൽ 24% ടാരിഫ് ഉണ്ട്. പിന്നെ ഏകദേശം $142 ബില്യൺ എക്സ്പോർട്ട് അമേരിക്കയിലേക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ, മെഷീനറി ഇതൊക്കെ തന്നെയാണ് ജപ്പാൻ്റെ. മറ്റ് പല സെക്ടേഴ്സിനുണ്ട്, പ്രധാനപ്പെട്ട ഓട്ടോമൊബൈലും മെഷീനറീസ് ഒക്കെയാണ് തന്നെ. ടൊയോട്ട, ഹോണ്ട ഇതുപോലുള്ള കമ്പനികളൊക്കെ തന്നെ അമേരിക്കൻ മാർക്കറ്റിനെ ആശ്രയിച്ചാണ്. ഏകദേശം 30% അവരുടെ ഗ്ലോബൽ റവന്യൂ കിട്ടുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പം ടാരിഫ് വരുന്നതോടുകൂടി ഈ പറഞ്ഞ കമ്പനികൾക്കൊക്കെ തന്നെ വൻതോതിലുള്ള നഷ്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഹയർ ഇമ്പോർട്ട് കോസ്റ്റ്, പിന്നെ ടാരിഫ് ഇത്രയും വർദ്ധിച്ചതുകൊണ്ട് അവർക്ക് ഇമ്പോർട്ട് കൂടുതൽ വിലയിലേ അവർക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം കൂടുതൽ വിലയിൽ ആ മാർക്കറ്റിൽ ആരും മേടിക്കാൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചടികൾ
ഉണ്ടാകും. അപ്പം ടോക്കിയോ അവരുടെ പിന്നെ ഒരു പ്രൊട്ടസ്റ്റൊക്കെ അമേരിക്കയോട് പറഞ്ഞു. പക്ഷേ അത് അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള ഒരു വളരെ അടുത്ത ബന്ധം നിലനിൽക്കുന്നുണ്ട്. ജപ്പാൻ അത് സമ്മതിക്കുകയല്ലാതെ മറ്റ് നിവൃത്തിയൊന്നും ഇല്ലെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അവരുടെ GDP-യുടെ ഏകദേശം 0.8% കുറയാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഈ പറഞ്ഞ എക്സ്പോർട്ടുകൾ കുറയുകയാണെങ്കിൽ എല്ലാ രാജ്യത്തിൻ്റെ എക്സ്പോർട്ടുകൾ കുറയും തീർച്ചയായിട്ടും. അമേരിക്കയോട് പിന്നെ റിക്കൺസിൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത എല്ലാ രാജ്യങ്ങളും, എന്ന് വെച്ചാൽ അമേരിക്കയുടെ മുമ്പിൽ പോയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മണ്ടയ്ക്ക് ഏർപ്പെടുത്തിയ ടാരിഫ് കുറച്ചേക്കാം എന്ന് പറഞ്ഞ് സമ്മതിക്കാത്ത എല്ലാ രാജ്യങ്ങളുടെയും എക്സ്പോർട്ടിന് ഗണ്യമായ കുറവുകൾ ഉണ്ടാകാൻ ഉള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, നമ്മൾ ആസിയാൻ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന കംബോഡിയ, വിയറ്റ്നാം, ലാവോസ് ആണ് ഏറ്റവും കൂടുതൽ പിന്നെ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ അവരെല്ലാം ഈ അപ്പാരൽ, ഇലക്ട്രോണിക്സ് സപ്ലൈ ചെയിനിലൊക്കെ വളരെ കീ പ്ലേയേഴ്സ് ആണ്. ഇപ്പം കംബോഡിയ $12 ബില്യൺ എക്സ്പോർട്ട് ഉണ്ട് അമേരിക്കയിലൊക്കെ. വിയറ്റ്നാമിൽ $112 ബില്യൺ ഉണ്ട്. അതുപോലെ തന്നെ ലാവോസിന് $1.5 ബില്യൺ ഉണ്ട്. കംബോഡിയ, ലാവോസൊക്കെ ചെറിയ രാജ്യങ്ങളായതുകൊണ്ട് അവർക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വളരെ വലിയ ടാരിഫ് അവരെ വളരെ അധികം പ്രതികൂലമായിട്ട് ബാധിക്കും. അവരുടെ എക്സ്പോർട്ട് ഗ്രോത്തിനെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കംബോഡിയയുടെ ഗാർമെന്റ് സെക്ടർ ഏകദേശം അവരുടെ 90% എക്സ്പോർട്ട് അമേരിക്കയിലേക്കാണ്. അപ്പോൾ അതെല്ലാം വളരെയധികം പിന്നെ തിരിച്ചടികൾ നേരിടാൻ പോകുന്നൊരു കാഴ്ചയോട് നമുക്കിനകത്ത് നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ട്രംപ് ആദ്യത്തെ ടേമിൽ വന്നപ്പോൾ ചൈനയ്ക്കെതിരെ ഏർപ്പെടുത്തിയ ടാരിഫിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് വിയറ്റ്നാമായിരുന്നു. അപ്പം ചൈനയിൽ നിന്ന് ഒത്തിരി ഫാക്ടറീസ് എല്ലാം വിയറ്റ്നാമിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുക, അങ്ങനെ വിയറ്റ്നാമിന് പിന്നെ കൂടുതൽ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിലൊക്കെ തന്നെ വൻ വർധന ഉണ്ടാവുകയും അങ്ങനെ വിയറ്റ്നാമിന് വലിയൊരു ഫേവറൊക്കെ കിട്ടിയാണ് ആദ്യത്തെ ട്രംപിൻ്റെ വരവോട് കൂടിയാണ്. പക്ഷേ ഇപ്പോൾ അത് അമേരിക്കയ്ക്ക് പാരയായി എന്ന് തിരിച്ച് മനസ്സിലായപ്പോൾ, എന്നുവെച്ചാൽ ചെറിയ രാജ്യമായിട്ടുള്ള വിയറ്റ്നാമിന് ഏകദേശം 100 ചില്ലാനം ബില്യൺ ട്രേഡ് സർപ്ലസ് ഉണ്ട്. ഇന്ത്യക്കാണ് 40 ചില്ലാനം ബില്യൺ ട്രേഡ് സർപ്ലസ് ഉണ്ട്. അപ്പോൾ അതിനും ഒരു പൂട്ട് വീണിരിക്കുകയാണ്. പിന്നുള്ളത് തായ്വാനാണ്. തായ്വാന്റെ മുകളിൽ 32% ടാരിഫാണ്. ഏകദേശം $95 ബില്യൺ എക്സ്പോർട്ട് മാർക്കറ്റ് അവർക്കുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെമി കണ്ടക്ടേഴ്സ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ആണുള്ള TSMC. അപ്പം അവരുടെ 92%-ഓളം അഡ്വാൻസ്ഡ് പിന്നെ ചിപ്സ് US-ലേക്കാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ടാരിഫിന്റെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ശക്തമായിട്ടുള്ള വൻതോതിലുള്ള തിരിച്ചടികൾ ഉണ്ടാകാൻ. അപ്പോൾ തായ്വാനൊക്കെ അവരുടെ അമേരിക്കയുടെ മുമ്പിൽ പോയി, അവരുടെ ഏറ്റവും അടുത്ത പിന്നെ സുഹൃത്താണ് എങ്കിൽ തന്നെയും അവർക്ക് അമേരിക്കയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ജപ്പാന്റെ കാര്യം പറയുന്നത് ഇപ്പോൾ സെമി കണ്ടക്ടർ അമേരിക്കയ്ക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സെമി കണ്ടക്ടറിന് അധികം ആ മേഖലയൊന്നും അധികം അമേരിക്ക പരിക്കേൽപ്പിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ മറ്റു പല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ സെമി കോമ്പോണൻസ്, സ്പെയർ പാർട്സ്, ഇപ്പോൾ തായ്വാൻ ഏതെങ്കിലുമൊക്കെ, ഇപ്പോൾ ചൈനയിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഇതിനു വേണ്ടിയുള്ള സ്പെയർ പാർട്സും കോമ്പോണൻസും ഒക്കെ ഈ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെയൊക്കെ വില കൂടുകയും അത് അവരുടെ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് പ്രൈസിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ പറഞ്ഞ ടെൻഷൻസും യുദ്ധങ്ങളും എല്ലാം തന്നെ യുദ്ധങ്ങളല്ല, ഈ ടെൻഷനും പ്രശ്നവും എല്ലാം തന്നെ തായ്വാനെ വീണ്ടും ഐസൊലേറ്റ് ചെയ്യാനും ഒറ്റപ്പെടുത്താനൊക്കെയുള്ള പിന്നെ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കത് ജിയോ പൊളിറ്റിക്കൽ, ഇക്കണോമിക് നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും രാജ്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഗെയിൻ ചെയ്യാൻ സാധ്യതയുള്ളതും നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള രാജ്യങ്ങളാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ചൈന, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ രാജ്യങ്ങൾ അവർക്ക് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഈ ഷോർട്ട് ടൈമിൽ തന്നെ അവരുടെ എക്സ്പോർട്ടെല്ലാം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ തന്നെ 2.5% ഡ്രോപ്പ് ഗ്ലോബൽ ട്രേഡിൽ പിന്നെ 2026 കൂടി കുറയും എന്നുള്ളൊരു എസ്റ്റിമേഷൻ നടത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞൊരു ടാരിഫ് വാർ മുമ്പോട്ട് പോവുകയാണെങ്കിൽ കംബോഡിയ, ലാവോസ് മുതലായിട്ടുള്ള ചെറിയ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അത് ഈ പറഞ്ഞ ദുരിതങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ. അതുപോലെ ചൈന, യൂറോപ്യൻ യൂണിയനൊക്കെ തന്നെ ഈ പറഞ്ഞ നഷ്ടപ്പെടാൻ പോകുന്ന അവരുടെ സമ്പദ് വ്യവസ്ഥയിലെ അവസ്ഥ, അവരുടെ ചൈനയിലൊക്കെ പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ, അതെല്ലാം
കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും അമേരിക്ക ഏറ്റവും കൂടുതൽ ഈ ടാരിഫിൻ്റെ ഭാരമെടുത്ത് ചൈനയുടെ മണ്ടയ്ക്ക് വെച്ചത്, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ മണ്ടയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. കാരണം ഈ രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്രശ്നകരമായിട്ടുള്ള. യൂറോപ്യൻ യൂണിയനെ ഒതുക്കുക, ചൈനയെ ഒതുക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം അമേരിക്കൻ സംവിധാനത്തിൻ്റെ മുമ്പിലുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ ടാരിഫ് വാറിൽ അമേരിക്ക ഈ രണ്ട് രാജ്യങ്ങളെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം തായ്വാൻ്റെ സെമി കണ്ടക്ടർ, ഇതെല്ലാം വലിയൊരു വിഷയമാണ്. അപ്പം ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഗ്ലോബലി വളരെ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നൊരു സമയമായതുകൊണ്ട് നമുക്ക് എങ്ങനെ ഗ്ലോബൽ ഇക്കോണമി അല്ലെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥ റിസഷനിലേക്ക് പോവുമോ മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തുമോ എന്നൊന്നും പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഈ അഡ്വാൻറ്റേജസ് റീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഭ്യന്തരമായിട്ട് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ഇൻഫ്രാസ്ട്രക്ചർ, ലോജിസ്റ്റിക്സ്, അതുപോലെ തന്നെ പല മേഖലകളിൽ കാര്യമായിട്ടുള്ള റിഫോംസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ബാക്കിയുള്ള രാജ്യങ്ങളുടെ നഷ്ടങ്ങൾ നമ്മുടെ ലാഭങ്ങളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതല്ല വെറുതെ മറ്റുള്ള രാജ്യങ്ങളുടെ മുകളിൽ ഏറ്റവും കൂടുതൽ ടാരിഫ് ഉണ്ട്, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കച്ചവടം കിട്ടും, ബിസിനസ് കിട്ടും, നമ്മുടെ എക്സ്പോർട്ട് വർദ്ധിക്കും എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള വളരെ വെല്ലുവിളികൾ നമുക്ക് നൽകുന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ കാര്യമായിട്ട് നമ്മളതിനെ പരിഗണിച്ച് വേണ്ട മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് പ്രയോജനകരമായ രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് പ്രയോജനകരമായി തീരും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പണ്ട് നഷ്ടപ്പെട്ട അതേ, ഉദാഹരണത്തിന് ഗ്ലോബലൈസേഷൻ്റെ ഇപ്പോൾ ചൈനയൊക്കെ ഉയർന്നു വന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ആ ഒരു കാലഘട്ടം ഉണ്ടാകും തീർച്ചയായിട്ടും തന്നെ 80s 90s ഇതുപോലുള്ള കാലഘട്ടങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ഇപ്പോൾ നമുക്ക് മുമ്പിൽ തുറന്നിരിക്കുന്ന ഈ അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അത് നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ എവറി വൺ. ഹാവ് എ വണ്ടർഫുൾ ഡേ.